വിനോദസഞ്ചാരികളായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേക്കുന്ന പതിവായ സംഭവമായി മാറിയിരിക്കുകയാണ്. അടിമാലിയിൽ 2 ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികളാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അടൂരിൽ നിന്നെത്തിയ ട്യൂഷൻ വിദ്യാർത്ഥികളിൽ 54 പേരെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം കാസർഗോഡ്, ചെമ്മനാട്, പരവനടക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്കെത്തിയ 148 വിദ്യാർത്ഥികളടങ്ങിയ സംഘത്തിലെ 24 പേരെ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. അസുഖം ബാധിക്കുന്ന വിദ്യാർത്ഥികൾക്കോ വിദ്യാർത്ഥികളുമായി എത്തുന്ന സ്ഥാപനങ്ങൾക്കോ പരാതിയില്ലാത്തതിനാലാണ് തുടർ നടപടി ഒന്നും തന്നെ ഉണ്ടാവാത്തത്. താമസം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രധാനമായും ബുക്ക് ചെയ്യുന്നത് ടൂർ പാക്കേജ് എന്ന പേരിൽ വാഹനത്തിന്റെ ഡ്രൈവറാണ്. അവർക്ക് ലഭിക്കുന്ന കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പ്രധാനമായും ഹോട്ടലുകൾ തിരഞ്ഞെടുക്കുന്ന ആക്ഷേപവും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ഹോട്ടലിന്റെ പരിമിതമായ സൗകര്യങ്ങളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം ഒരുക്കുന്നതിലെ അപാകതയാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് പിന്നിലെ പ്രധാന കാരണമാകുന്നത്. എന്നാൽ ഇതെല്ലാം പരിശോധിക്കേണ്ട ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥം യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിയുന്നതുവരെ തുടരും. വിനോദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകർ ഹോട്ടൽ ഉടമകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നതും ദുസ്സഹമായ കാര്യമാണ്. കുട്ടികൾ വഴിവക്കിൽ നിന്നും വാങ്ങിക്കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നും വിശദീകരണവും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തുടർ നടപടിക്ക് ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. തുടർന്നും ആരോഗ്യവകുപ്പ് അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വലിയ അപകടത്തിലേക്ക് ഇടയാക്കുമെന്ന് നാട്ടുകാരും പറയുകയുണ്ടായി.